എൻ്റെ ഒരു മൂവി ഇറങ്ങുന്നുണ്ട് ബാഡ് ബോയ്സ്. അതിൽ ഞാനും പേരെ അഭിനയിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലുണ്ട്. ഇവനാണ് ഞങ്ങ പറഞ്ഞ നടൻ. ഇവനാണ് നടൻ. നല്ല ഫ്രഷ് പീസ. സിനിമയിൽ ആറാട്ടണം ശരിക്കും ആറാടാൻ പോവുക. ആണോ? ഓ തന്നെ. അപ്പൊ അറിയപ്പെടുന്ന എൻ്റെ പോപ്പുലാരിറ്റി ഉപയോഗിക്കാൻ വേണ്ടി അവർ വിളിച്ചത്. ഇങ്ങോട്ട് വിളിക്കുകയും ചെയ്ത. അങ്ങനെ ഞാൻ പുറകെ പോയൊന്നല്ല, എന്നെ വിളിച്ച് അഭിനയിപ്പിക്കുകയും ചെയ്ത. അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. എന്നോടുള്ള പ്രേമം കൊണ്ടൊന്നും അല്ലല്ലോ നിങ്ങൾ എന്നെ വെച്ച് പടം ചെയ്യാൻ വന്നത്. എനിക്ക് ലക്ഷക്കണക്കിന് ആരാധകരുടെ പിൻബലം ഉള്ളതുകൊണ്ട് അത് വിറ്റ് നിങ്ങൾക്ക് കാശാക്കണം. ശേഷം ഭാഗം സ്ക്രീനിൽ. സത്യസന്ധമായ റിവ്യൂ കൊടുക്കുകയാണെങ്കിൽ ഞാൻ അഭിനയിച്ച ബാഡ് ബോയ്സ് സിനിമ യാതൊരു ലോജിക് ഇല്ലാത്ത പടമാണ്. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. ക്ലീഷേ മൂവിയാണ്. മാസ് മസാല ഫിലിമാണ്. ആ ചെക്കനെ ഒന്ന് കൊടുത്തിട്ടേ. വേണ്ട സാർ, വിവരമുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിവരമില്ലാത്ത സാർ എന്തിനാ മറുപടി പറയാൻ പോകുന്നത്? സോറി. പടം ക്ലീഷയാണ്, ഒരു ലോജിക്കും ഇല്ല. നാട്ടിൽ വായി നോക്കി നടന്ന അലവലാദികളൊക്കെ ഇങ്ങോട്ട് വിളിച്ചോട്ട് വന്ന് ജോലിയും കൂലിയും കൊടുത്ത് പോറ്റുന്ന എന്നെ വേണം പറയാൻ. ഒരു മാസ് മസാല മൂവി. ഈ ഫിലിം എങ്ങനെ പഠിച്ചിരിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ അഭിനയിച്ച പടമാണെങ്കിൽ ഞാൻ എസ്പെഷ്യൽ ആയിട്ട് റിവ്യൂ കൊടുക്കുള്ളൂ. വെരി ഗുഡ്. ആൺകുട്ടികളെ ഇങ്ങനെ വേണം. ഒരുപാട് താരങ്ങളുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് സ്റ്റാർസ് ഉണ്ട്. ഒട്ടും റിയലിസ്റ്റിക് അല്ല. എന്താ ലാസ്റ്റ് നീ അങ്ങനെ വർത്താനം പറഞ്ഞ? ഈ മഞ്ഞ ടീഷർട്ട് ഒക്കെ എടുത്ത് എന്റെ കടയിൽ വന്ന് ലാസ്റ്റ് നീ അങ്ങനെ വർത്താനം പറഞ്ഞതിന്റെ കാര്യം എന്തുവാ? ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കേണ്ടി വന്നതിൽ ഞാൻ കേരളം പ്രകടിപ്പിക്കുന്നു. ആശാനെ ദൈവന്റെ ഡയലോഗ് കേട്ടിട്ടുണ്ടെങ്കിൽ മേലെ മുഴുവൻ ചൊറിഞ്ഞു കയറണ്ടട്ടാ. വരട്ടൂറിയായിരിക്കും. സത്യസന്ധമായി നിഷ്പക്ഷമായി പറയുകയാണെങ്കിൽ ബാഡ് ബോയ്സ് പടം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആരാണ് ഈ റാസ്കൽ? ബ്ലഡി ഫൂൾ. ഇവന് സിനിമയെ കുറിച്ച് എന്ത് കിഴങ്ങാണ് അറിയാവുന്നത്? ഞാൻ ആരാണെന്ന് കരുതി? ആള് ഭയങ്കര പാവ സാറേ. ഉള്ളതുപോലെ പറയുന്ന പ്രകൃതമാ. ഇത് വേലിയിരുന്ന പാമ്പിന് അല്ല, പെട്ടിയിൽ വെച്ച പോലെ ആയി എന്ന് പറയാൻ തുടങ്ങിയിരുന്നു. എന്നാ പിന്നെ എല്ലാം പറഞ്ഞ പോലെ